ഇന്ന് ഈ ഒരു സാധനം വെച്ചിട്ട് അടിപൊളി വറവുണ്ടാക്കിയാലോ. എനിക്കില്ലേ ആദ്യമൊന്നും ഇതിനെക്കൊണ്ട് എന്തുണ്ടാക്കുന്ന ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ പിടിക്കും, ഇത് കൊണ്ടുപോയി ചാടും, പിന്നെ വീട്ടിൻ്റെ അടുത്തുള്ള ഏച്ചിമാരൊക്കെ ചോദിക്കുന്ന ടൈം അവർക്ക് ഇത് പറിച്ചു കൊടുക്കും. അത്രേ ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ വീട്ടിലൊരു ദിവസം ഉപ്പാൻ്റെ വീട്ടിൽ നിന്ന് ഉപ്പാൻ്റെ അനിയൻ്റെ വൈഫ് വന്ന ടൈമാണ് ഇതിനെ കൊണ്ട് അടിപൊളി കറി ഉണ്ടാക്കാനും വറവൊക്കെ ഉണ്ടാക്കാനൊക്കെ മനസ്സിലായത് കേട്ടോ. അതിനുശേഷം നമ്മൾ വറവും കറിയും ഒക്കെ ഉണ്ടാക്കും. കറിയൊക്കെ അടിപൊളി ടേസ്റ്റ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കറി തന്നെയാണ്. അങ്ങനെ ഇതാ ഞാനിത് വെച്ചിട്ട് ഒരു അടിപൊളി വറവ് ഉണ്ടാക്കല കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം, പിന്നെ ഒരു തണ്ട് കറിവേപ്പിലും കൂടിയിട്ടോട് നല്ലപോലെ വേവിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളിത് ചെറുതായി കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നതൊന്നും ആവശ്യമില്ല. എനിക്കിത് ഇങ്ങനെ കഴിക്കാൻ കേട്ടോ കൂടുതൽ ഇഷ്ടം. ഇനി ഇതാ ഒരു മൺചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി വരുന്ന ടൈം ഇതാ കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുന്ന ടൈം ഇതിലേക്ക് ഇതാ ഉള്ളിയില്ലേ, ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അരമുറി ഉള്ളിയാട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളെടുത്ത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ഉള്ളിയിലാണ് കൂടുതൽ ടേസ്റ്റ് ചെയ്യും. വീട്ടിൽ അങ്ങനെ ചെറിയ ഉള്ളി വാങ്ങാറില്ല. ഇനി ഇതിൽ തേങ്ങ അരപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു 1/4 കപ്പ് തേങ്ങ, അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടെടുത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തതാട്ടോ, ചതച്ചെടുത്തതാണ്. അതും കൂടി ഇതിലിട്ടെടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ച സാധനമില്ലേ, ആ ചക്കയും കൂടി ഇട്ടെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. സംഭവം നല്ല ടേസ്റ്റാണ്. ഇത് വെറും ഇങ്ങനെ കുറച്ച് മീൻ കറി വെച്ച് കഴിക്കണം, നല്ല ടേസ്റ്റ് കേട്ടോ. വൈകുന്നേരം ചായൻ്റെ കൂടെ ഒക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം എനിക്കൊരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനി ഇത് വെച്ച് വേറെ എന്തെങ്കിലും റെസിപ്പി നിങ്ങൾക്കറിയാണെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തോ. ഇതാണ് കുറച്ചൊരു ടാസ്ക്, പക്ഷെ എന്നാലും സംഭവം കുറച്ച് ടാസ്ക് ആണെങ്കിലും സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം കേട്ടോ. ബൈ ബൈ.